അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വിപ്ലവകാരിയായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ എന്ന ശ്രീ കുമാരഗുരുദേവൻ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കേരളത്തിലെ അധസ്ഥിത ജനത അനുഭവിച്ചിരുന്ന കൊടിയ പീഡനങ്ങൾക്കെതിരെ അറിവിന്റെയും ആത്മീയതയുടെയും പുതിയൊരു പാത അദ്ദേഹം വെട്ടിത്തുറന്നു. വെളിച്ചം, വിജ്ഞാനം, വിമോചനം എന്നതായിരുന്നു ആ പാതയുടെ അടിസ്ഥാനശിലകൾ. പകുത്തറിവ്, ജ്ഞാനത്തിന്റെ ആഴമേറിയ തിരിച്ചറിവ്. പൊയ്കയിൽ അപ്പച്ചൻ മുന്നോട്ടുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് പകുത്തറിവ്, ഡിസ്ക്രിമിനേഷൻ. എന്താണ് പകുത്തറിവ്? വെറുമൊരു അക്ഷരവിജ്ഞാനമല്ല ഇത്. ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാനുള്ള ആത്മീയമായ ഉൾക്കാഴ്ചയാണിത്. ജ്ഞാനശക്തി. ജ്ഞാനത്തിൽ നിന്ന് പകുത്തറിവ് ലഭിക്കുമ്പോൾ അത് ഒരു വ്യക്തിക്ക് അപാരമായ ആന്തരിക ശക്തി നൽകുന്നു. ഈ ശക്തിയെയാണ് അപ്പച്ചൻ ജ്ഞാനശക്തി എന്ന് വിളിച്ചത്. ജ്ഞാനോദയം. ഈ ജ്ഞാനശക്തിയിലൂടെ ലഭിക്കുന്ന ബോധോദയം ഓരോ ഭക്തനെയും ഒരു ജ്ഞാനദീപമായി മാറ്റുന്നു. അതായത് സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ആദിയർ വേദപ്പാട്ടും ജ്ഞാനക്കണ്ണും. പൊയ്കയിലെ ദർശനങ്ങൾ ലോകത്തിന് ലഭിച്ചത് അപ്പച്ചന്റെ പാട്ടുകളിലൂടെയാണ്. ആദിയർ വേദപ്പാട്ട് വെറുമൊരു കീർത്തനമല്ല, അത് ഒരു ജനതയുടെ ചരിത്രവും ദർശനവുമാണ്. ജ്ഞാനത്തിൻ ശക്തിയാലെ ജ്ഞാനം ഉദയം ചെയ്തിടുന്നു. ഈ വരികൾ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ജ്ഞാനമുദിക്കുമ്പോൾ അവൻ തന്റെ അടിമത്തത്തിന്റെ ചങ്ങലകൾ തിരിച്ചറിയുകയും അത് പൊട്ടിച്ചെറിയാൻ പ്രാപ്തനാവുകയും ചെയ്യുന്നു എന്നാണ്. അപ്പച്ചൻ നൽകിയ ഈ ഉൾക്കാഴ്ചയെയാണ് ജ്ഞാനക്കണ്ണ് എന്ന് വിളിക്കുന്നത്. ഈ കണ്ണ് തുറക്കുന്നതോടെ ലോകത്തിന്റെ അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങുന്നു. PRDS ഒരു റഫറൻസ് റിലിജിയൻ. ലോകമതങ്ങൾക്കിടയിൽ PRDS പ്രത്യക്ഷരക്ഷാ ദൈവസഭ ഒരു റഫറൻസ് റിലിജിയനായി മാറുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. 1. പ്രത്യക്ഷരക്ഷ. ഭൂരിഭാഗം മതങ്ങളും മരണാനന്തരമുള്ള രക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പച്ചൻ സംസാരിച്ചത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കേണ്ട പ്രത്യക്ഷരക്ഷയെക്കുറിച്ചാണ്. അത് സാമൂഹിക നീതിയും അന്തസ്സുള്ള ജീവിതവുമാണ്. 2. വംശീയമായ വീണ്ടെടുപ്പ്. കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെപ്പറ്റി എന്ന വിലാപത്തിലൂടെ ചരിത്രത്തിൽ നിന്ന് മനഃപൂർവ്വം മായ്ച്ചുകളയപ്പെട്ട ഒരു ജനതയ്ക്ക് അദ്ദേഹം പുതിയൊരു വംശീയ ബോധവും ചരിത്രവും നൽകി. 3. ആഗോളജ്ഞാനികൾ. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള മനുഷ്യനായാലും അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മോചിതനായി പകുത്തറിവിലൂടെ ജീവിക്കുന്നവൻ പൊയ്കക്കൂട്ടരാണ്. അധ്യായം 4. സാമൂഹികവും മാനസികവുമായ പുരോഗമനം. പൊയ്കയിലെ പ്രവർത്തനം കേവലം ആരാധനയല്ല, മറിച്ച് ഒരു മാനസിക പുരോഗമന പകുത്തറിവ് പ്രവർത്തനമാണ്. അന്ധവിശ്വാസങ്ങൾ, മന്ത്രവാദങ്ങൾ, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ എന്നിവയിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പച്ചൻ തന്റെ ജനതയോട് പറഞ്ഞു, അടിമത്തത്തിന്റെ ചങ്ങലകൾ നിങ്ങളുടെ മനസ്സിലാണ് ആദ്യം പൊട്ടേണ്ടത്. ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ഭൂരഹിതർക്ക് ഭൂമിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഈ ദർശനത്തിന്റെ പ്രായോഗിക രൂപങ്ങളായിരുന്നു. വിമോചനത്തിന്റെ ജ്ഞാനദീപം. ഇന്ന് നാം കാണുന്ന കേരളീയ നവോത്ഥാനത്തിന്റെ നെടുംതൂണുകളിൽ ഒന്നാണ് പൊയ്കയിൽ അപ്പച്ചൻ. ജ്ഞാനത്തിന്റെ ശക്തിയാൽ ഉദയം ചെയ്ത ആ വെളിച്ചം ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയാവുന്നു. ലോകത്തിന്റെ അന്ധകാരം മാറ്റുവാൻ, ശക്തരായ ആഗോള ജ്ഞാനികളായി മാറാൻ ഓരോ വ്യക്തിയെയും പ്രാപ്തരാക്കുന്ന ആ വിജ്ഞാനമാണ് പൊയ്കയുടെ സന്ദേശം.